നിങ്ങൾക്ക് തോന്നരുത് അവിടെ പോയിട്ട് എല്ലാം ഈസി ആവും, അസൈൻമെൻ്റ് ഒന്നും വലിയ പ്രയാസം ഉണ്ടാകത്തില്ല. അയ്യോ ഇതെന്താ ഇങ്ങനെ, ഇത് കുറേ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇതെന്താ എങ്ങനെ ചെയ്യാം. എനിക്ക് സംസാരിക്കണം താല്പര്യമുണ്ട്, പക്ഷേ ഇംഗ്ലീഷ് ഒന്നും എൻ്റെ വായിൽ വരുന്നില്ല. അത് ആക്ച്വലി ഒരു ഒഫൻസാണ്. ഓക്കെ, ഒഫൻസ് പറഞ്ഞാൽ ഒരു ക്രിമിനൽ ഒഫൻസ് എന്ന് പറയുന്ന പോലെയാണ്. അതായത് അത് സാധാരണ നമുക്ക് മലയാളീസ് മാത്രമല്ല, എനിക്കൊന്നും ഒരുമാതിരി എല്ലാവർക്കും ഇല്ലാത്തൊരു കാര്യമാണ്. എല്ലാവർക്കും ഗൈഡ് ടു ഹൈറ്റ്സിൻ്റെ ഈ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഈ ഫെബ്രുവരി 2026 അല്ലെങ്കിൽ നവംബർ 2025 ഓസ്ട്രേലിയയിൽ പോകാൻ നോക്കുന്ന പിള്ളേരാണെങ്കിൽ ഇതൊരു മസ്റ്റ് വാച്ച് വീഡിയോ ആണ്. ബിക്കോസ് ഞാൻ ഓവർ ദി ഇയേഴ്സ് കുറേ പിള്ളേർ പല രീതിയിലും അവർക്ക് ബുദ്ധിമുട്ടും സ്ട്രഗിളും കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നോട്ടീസ് ചെയ്തു. അത് നിങ്ങൾക്ക് മുൻകൂറായി ഐ ജസ്റ്റ് വോണ്ട് ഗീവ് എൻ അപ്ഡേറ്റ്. അതായത് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന കുറച്ച് സിറ്റുവേഷൻസ്, ഈ സിറ്റുവേഷൻ നിങ്ങൾ എങ്ങനെ ഫേസ് ചെയ്യാം, എങ്ങനെ ഫിക്സ് ചെയ്യാം, നിങ്ങൾക്കിത് എങ്ങനെ ഈസി ആക്കാം എന്നുള്ളൊരു സംഭവമാണ് നമ്മൾ സംസാരിക്കുന്നത്. 7 പോയിൻറ്റ്സ് ആണ് ഇതിലുള്ളത്. വളരെ ചെറിയ വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്, ബട്ട് ഐ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് ടു കീപ്പ് ഇറ്റ് ഷോർട്ട്. ഓക്കെ, എൻ്റെ പേര് എബിൻ മാത്യു വർഗീസ്. ഗൈഡ് ടു ഹൈറ്റ്സിൻ്റെ ഈ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ പോയിന്റ്, എഡ്യൂക്കേഷൻ സിസ്റ്റം. ഓക്കെ, എഡ്യൂക്കേഷൻ സിസ്റ്റം ആക്ച്വലി വെരി ഡിഫറെൻറ്റ്. നമ്മുടെ നാട്ടിലെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര വലിയൊരു ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അതായത് ഫസ്റ്റ് തിങ് നിങ്ങൾ ആലോചിക്കേണ്ടത്, നിങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന യൂണിവേഴ്സിറ്റീസ് എന്ന് പറയുന്നത് ടോപ്പ് മോസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ആണ്. ആകെ 40s യൂണിവേഴ്സിറ്റീസേ ഉള്ളൂ ഓസ്ട്രേലിയയിൽ. അപ്പോൾ നിങ്ങളിപ്പോൾ സാധാരണ പിള്ളേരെ QUT, RMIT, അല്ലെങ്കിൽ ലാട്രോ, സ്വിൻബേൺ, ഡീക്കൻ, ഇങ്ങനെ പല, അല്ലെങ്കിൽ ACU, ദർ ഇസ് എ ലോട്ട് ഓഫ് യൂണിവേഴ്സിറ്റി, ഗ്രിഫിത്ത്, ഇതൊക്കെ ഉണ്ട്. ഈ യൂണിവേഴ്സിറ്റീസ് എല്ലാം, അതായത് മോസ്റ്റ് ഓഫ് ദ യൂണിവേഴ്സിറ്റീസ് എല്ലാം വേൾഡ് റാങ്കിങ്ങിൽ 500 കുറഞ്ഞ യൂണിവേഴ്സിറ്റീസാണ്. ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു ബി വെരി ഈസി ഫോർ യു. അതായത് നിങ്ങൾക്ക് തോന്നരുത് അവിടെ പോയിട്ട് എല്ലാം ഈസി ആവും, അസൈൻമെൻ്റ് ഒന്നും വലിയ പ്രയാസം ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ഉള്ളിലൊരു പേടി ഉണ്ടാവും, ഇതെങ്ങനെ ഞാനിത് സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യാൻ പറ്റും, ഇതെന്തൊക്കെയാണ് എനിക്ക് പ്രതീക്ഷിക്കേണ്ട പല കാര്യങ്ങൾ. സോ ഈ യൂണിവേഴ്സിറ്റീസ് പല രീതിയിലാണ്. ഓക്കെ, അവരുടെ കരിക്കുലം ഒക്കെ സെയിം ആയിരിക്കും, ബട്ട് ടീച്ചിങ് മെത്തേഡ് ഈസ് വെരി മച്ച് ഡിഫറെൻറ്റ്. ഓക്കെ, ഓസ്ട്രേലിയൻ എഡ്യൂക്കേഷൻ സിസ്റ്റം ഒരു ആപ്ലിക്കേഷൻ ബേസ്ഡ് സിസ്റ്റം. ആപ്ലിക്കേഷൻ ബേസ്ഡ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള, ഞാൻ പഠിക്കുമ്പോഴും നമ്മളെല്ലാവരും പഠിക്കുമ്പോൾ എല്ലാം കുറേ ബുക്കും എല്ലാം ഹിസ്റ്ററി ബേസ്ഡ്, കുറേ കാണാപ്പാടം പഠിച്ച് നമ്മൾ എക്സാമിൽ പോയി കാണാപ്പാടായിട്ട് എഴുതി 90% മാർക്ക് വാങ്ങിച്ച് അങ്ങനെ പാസ്സായിട്ടാണ് കൂടുതൽ നമ്മൾ കാണാറുള്ളത്. ഈവൻ മാത്തമാറ്റിക്സ് പോലും ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ എൻ്റെ പൈത്തഗോറസ് തിയറമൊക്കെ ഞാൻ കാണാപ്പാടം പഠിച്ചിട്ടാണ് ഞാൻ തന്നെ എക്സാമിന് പോയി എഴുതിയിട്ടുള്ളത്. സോ അതായത് എല്ലാവരും അങ്ങനെ ആവണമെന്നല്ല, ബട്ട് ഓസ്ട്രേലിയ ഈസ് മോർ ആപ്ലിക്കേഷൻ ബേസ്ഡ്. ഈ ആപ്ലിക്കേഷൻ ബേസ്ഡ് എന്ന് പറയുന്നത് ദേ ടീച്ച് യു ഇൻ ഒരു സ്റ്റോറി ബേസ്ഡ്. അതിൻ്റെ ബേസിൽ നമുക്കൊരു ക്വസ്റ്റ്യൻസ് തരും. പിന്നെ ചിലപ്പോൾ അത് റിയൽ ലൈഫ് സിനാരിയോ ആയിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ടാസ്ക് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു അസൈൻമെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ യു മൈറ്റ് ഹാവ് സം കൈൻഡ് ഓഫ് പ്രാക്ടിക്കാലിറ്റി ഇൻ ടു ഇറ്റ് ഓർ പ്ലേസ്മെൻറ്റ് ഇൻ ടു ഇറ്റ്. സോ ദാറ്റ് നല്ല സംഭവം എന്ന് വെച്ചാൽ ഇത് നമ്മൾ പഠിത്തം കഴിയുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ മൈൻഡിൽ ഇത് പ്രോപ്പർലി നമുക്ക് മനസ്സിലാവും. ഇതാണ് ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റായ ഒരു സംഭവം. ഓക്കെ, സോ അതുകൊണ്ട് നിങ്ങൾ പേടിക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ച് പേടിക്കണം. അങ്ങനെ പേടി എന്നുള്ള വാക്കുകളെ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഇസ് എ ബിറ്റ് ഡിഫറെൻറ്റ്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഒറ്റയടിക്ക് പേടിക്കരുത്, അയ്യോ ഇതെന്താ ഇത് കുറേ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇതെന്താ എങ്ങനെ ചെയ്യാം. ഇങ്ങനെ വളരെ സാധാരണമാണ്. ഓക്കെ, സോ there is a method to do it, there's a systematic way to do things, and university is not very tough. You can ആദ്യത്തെ ഒരു സെമിസ്റ്ററിൽ നിങ്ങൾക്ക് തന്നെ പ്രയാസം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, ഇത് പറയുന്നതിൻ്റെ കൂടെ എൻ്റെ ഒരു പുതിയൊരു സംഭവമാണ് സ്കിൽ ഫസ്റ്റ് പ്രോഗ്രാം. ഓക്കെ, ഈ സ്കിൽ ഫസ്റ്റ് പ്രോഗ്രാം നമ്മൾ ഗൈഡ് ടു ഹൈറ്റ്സ് ത്രൂ തന്നെ നമ്മൾ ചെയ്യുന്നതാണ്. ഇത് എല്ലാം ഏജൻസി ത്രൂ, നിങ്ങൾ വേറെ ഏജൻറ്റ് ത്രൂ പോകുന്ന ഒരു പിള്ളേരായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഏജൻസിയിലുള്ള പിള്ളേരാവാം. ഇത് ഏത് പിള്ളേർക്കും ഈ പ്രോഗ്രാം നമ്മുടെ കൂടെ ചെയ്യാൻ പറ്റും. അതായത് ഇത് ഏജൻസി ആയിട്ടൊന്നും കണക്ട് ചെയ്യേണ്ട, ഇത് നിങ്ങളുടെ സ്വന്തം ഡെവലപ്മെൻറ്റ്, സ്കിൽ ഡെവലപ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ചിന്തിച്ചാൽ മതി. ഈ സ്കിൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു 5 day പ്രോഗ്രാമാണ്. ഇതിൽ ഈ ഒരു ഫസ്റ്റ് തിങ് എഡ്യൂക്കേഷനിലുള്ള നമ്മളിപ്പോൾ സംസാരിച്ച എഡ്യൂക്കേഷനെ പറ്റി മോർ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നിങ്ങളെ പഠിപ്പിച്ചു തരും. ആൻഡ് നിങ്ങൾക്ക് അവിടെ പോകുമ്പോൾ അപ്പോൾ പ്രോപ്പർലി കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിനെപ്പറ്റി കൂടുതൽ ഞാൻ പറഞ്ഞുതരാം. ഇതായിരുന്നു ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്
കമ്മ്യൂണിക്കേഷനാണ്. അതായത് നമ്മളെല്ലാവരും പറയും ഞാൻ ഇൻട്രോവേർട്ടാണ്, എക്സ്ട്രോവേർട്ടാണ്, എനിക്കങ്ങനെ വലിയ കമ്മ്യൂണിക്കേഷൻ ഇല്ല. അതിനകത്ത് വെച്ചാൽ ഞാൻ സംസാരിക്കും, ചിലപ്പോൾ ഞാൻ സംസാരിക്കാറില്ല, എനിക്കങ്ങനെ സംസാരിക്കാൻ അറിയത്തില്ല, ഇങ്ങനെയുള്ള പേടിയുള്ള പിള്ളേരുണ്ട്. അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കണം താല്പര്യമുണ്ട്, പക്ഷേ ഇംഗ്ലീഷ് ഒന്നും എൻ്റെ വായിൽ വരുന്നില്ല, അങ്ങനെ എന്തൊക്കെയോ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഇതൊക്കെ വളരെ കോമൺ ആണ്. പല പിള്ളേരും ഈ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, കൂടുതലും നമ്മുടെ പിള്ളേർ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുമ്പോൾ, ബിക്കോസ് നമ്മുടെ നാട്ടിൽ കൂടുതലും മലയാളത്തിൽ സംസാരിച്ചു, സ്കൂൾ കഴിഞ്ഞാലും മലയാളത്തിൽ സംസാരിച്ചു, ഇങ്ങനെയൊക്കെ നമുക്ക് ആ ഹാബിറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് വെൻ യു ഗോ ആൻഡ് യു ഹാവ് ദിസ് പ്രോബ്ലം. അത് മോസ്റ്റ് ഓഫ് ദി സ്റ്റുഡൻസ് ഹാവ് ദിസ് പ്രോബ്ലം. ബട്ട് എനിക്ക് തോന്നുന്നു GCCയിൽ പഠിച്ച പിള്ളേർക്ക് അങ്ങനെ വലിയ ഇഷ്യൂസ് വരുന്നില്ല, ബട്ട് നാട്ടിൽ പഠിച്ച പിള്ളേർക്ക് ഇങ്ങനെ ഇഷ്യൂസ് വരുന്നുണ്ട്. ആൻഡ് ഇപ്പോൾ റീസെൻ്റ്ലി, അതായത് എ മന്ത് എഗോ എന്നോട് സ്റ്റുഡൻറ്റ് വിളിച്ചിട്ട്, ലൈക്ക് പുള്ളിക്കാരിയാണെങ്കിൽ നല്ല രീതിയിൽ ഭയങ്കര വിഷമാണ്. പുള്ളിക്കാരിക്ക് 5-6 മാസമായിട്ട് ജോലി ആയിട്ടില്ല. നമ്മുടെ ഗ്രൂപ്പിലുള്ള, നമ്മുടെ മേജർ ഗ്രൂപ്പിലുള്ള ഒരു കൊച്ചാണ്. അപ്പം സാർ എന്തെങ്കിലും ജോലി വേണം. അപ്പം ഞാൻ എനിക്ക് മനസ്സിലായ കൊച്ചിൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന്. ആൻഡ് ഷീ ഈസ് വെരി മച്ച് വറീഡ് ജോലി ഇല്ലാത്തതാണ്. ഇത് മേജർ റീസൺ എന്ന് വെച്ചാൽ ഇപ്പോഴും ആ കൊച്ച് ഇംഗ്ലീഷിൽ സ്ട്രഗിൾ ചെയ്യുകയാണ്. ഇങ്ങനെ കുറച്ച് ഇഷ്യൂസ് വരുമ്പോൾ അത് ആ കൊച്ചിൻ്റെ പ്രശ്നമല്ല, അത് നമ്മുടെ ആ നാട്ടിലുള്ള രീതിയുടെ ഒരു പ്രശ്നമാണ്. ഓക്കെ, അപ്പോൾ പലർക്കും ഈ ഒരു പ്രശ്നമുണ്ട്. പലർക്കും ഇത് ആരോടും പറയാനും പറ്റത്തില്ല. ഇതെങ്ങനെ ഒന്ന് സെറ്റ് ചെയ്യുക, നാണമാണോ എന്ന്, ഇതൊക്കെ പലർക്കും ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് എ ഗെയിം. സോ കമ്മ്യൂണിക്കേഷൻ പറയുന്നത് നമ്മുടെ രീതി, സംസാരിക്കുന്ന രീതി, നമ്മുടെ ടീച്ചറിനോട് അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫസറിനോട് അല്ലെങ്കിൽ ദ ഫ്രണ്ട്സ് യു ടോക്കിംഗ്. ബിക്കോസ് നമ്മളവിടെ പോകുമ്പോൾ മലയാളി ഫ്രണ്ട്സും മാത്രമല്ല, യു ഹാവ് ഓസ്ട്രേലിയൻ അല്ലെങ്കിൽ അതർ കൾച്ചറിലുള്ള ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ അവരോട് സംസാരിക്കുക, കോൺഫിഡൻ്റ്ലി സംസാരിക്കുക, എങ്ങനെ സംസാരിക്കണം, എങ്ങനെ സ്പോക്കൺ ഇംഗ്ലീഷ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓൺ ടോപ്പ് ഓഫ് ഇറ്റ് നമുക്ക് കുറച്ച് വേർഡ്സ് ഉണ്ട്. താങ്ക് യു, പ്ലീസ്, വെൽക്കം, ഇങ്ങനെ പറഞ്ഞ കുറച്ച് ഇമ്പോർട്ടൻ്റായ വേർഡ്സ് എവിടെ യൂസ് ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്യണം. ബിക്കോസ് നമ്മുടെ നാട്ടിലും ഇത് എല്ലാവരും ഉപയോഗിക്കുന്നതാണ്, ബട്ട് ഇത് ഔട്ട്സൈഡ് ഇന്ത്യ ഇത് ഭയങ്കര റെസ്പെക്റ്റ്ഫുള്ളായ വേർഡ്സാണ്. സോ യു ഹാവ് ടു യൂസ് ദീസ് വേർഡ്സ് എവറിവെയർ, വേറെവർ യു ഗോ. ജോലിക്കായിക്കോട്ടെ, യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, ഇമെയിൽ ആയിക്കോട്ടെ, ടെക്സ്റ്റ് മെസ്സേജ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. സോ ദിസ് ഈസ് എ വെരി കോമൺ തിങ്. ഓക്കെ, ദർ ആർ സോ മെനി ഇഷ്യൂസ് വിത്ത് ഇറ്റ്. പലർക്കും അറിയത്തില്ല, സോറി മുമ്പേ ഇടണോ അതോ പുറകിലിട്ടാൽ എഴുതിയിട്ട് ലാസ്റ്റിലിട്ടാൽ മതിയോ, ഇങ്ങനെ സംഭവങ്ങളുണ്ടോ. സോ ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞു വെക്കുക, പഠിക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ബിക്കോസ് കുറേ പിള്ളേർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതും നമ്മുടെ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, ദ സ്കിൽ ഫസ്റ്റ് പ്രോഗ്രാമിൽ നമ്മൾ ആഡപ്പ് ചെയ്തിട്ടുള്ളൊരു ഒരു സെഷനാണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. അപ്പം ഈ പ്രോഗ്രാമിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5 days വി ഹാവ് എ സെഷൻ ഫോർ സ്പോക്കൺ ഇംഗ്ലീഷ്. വി ഓൾസോ ഹാവ് ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് റിഗാർഡ്സ് ടു ജോബ്സ്, യൂണിവേഴ്സിറ്റി, അസൈൻമെൻറ്റ്സ്, പല കാര്യങ്ങളും. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. യു ക്യാൻ ജോയിൻ ദിസ് പ്രോഗ്രാം. ഇതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഇതിൽ തന്നെ കാണാം. ആൻഡ് ഇറ്റ് ഈസ് ഓപ്പൺ ഫോർ ഓൾ സ്റ്റുഡൻസ്, നോട്ട് ഓൺലി അവർ സ്റ്റുഡൻസ്, എനി ഏജിൻ്റെ നിന്നുള്ള സ്റ്റുഡൻസിനും ഈ കോഴ്സ് ചേരാൻ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ പോയിൻ്റാണ്. കൂടുതലും പിള്ളേർ ഇതിൽ നല്ല രീതിയിൽ ഇതിന് ഇഷ്യൂസ് വരുന്നുണ്ട്. പിള്ളേർക്ക് അറിയത്തില്ല. ഇപ്പോഴും ഐ എം ഷുവർ ദാറ്റ് 1 വർഷം പഠിത്തം കഴിഞ്ഞ പിള്ളേർക്ക് പോലും അത് പ്രോപ്പർലി കിട്ടുന്നില്ല. ഓക്കെ, അതാണ് പ്ലേജറിസം. പ്ലേജറിസം എന്ന് പറയുന്നത് ഈ പച്ചയ്ക്ക് പറഞ്ഞാൽ ഈ കോപ്പിയടിക്കൽ പരിപാടിയില്ലേ, അത് ഓസ്ട്രേലിയയിൽ നടക്കത്തില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ, കൂടുതലും അസൈൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ആണല്ലോ. ഓക്കെ, നിങ്ങൾക്ക് ഒരു 60% ഓഫ് യുവർ എഡ്യൂക്കേഷൻ അസൈൻമെൻറ്റ്സ് ആയിരിക്കും. ഓക്കെ, എക്സാം കുറവായിരിക്കും, അസൈൻമെൻറ്റ്സ് ആയിരിക്കും കൂടുതലും. ഈ അസൈൻമെൻറ്റ്സ് നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ്, നമ്മൾ ഒന്നെങ്കിൽ ഒരു ഫ്രണ്ടിനെ എടുത്തു, നമ്മളത് എഴുതി അത് കൊടുത്തു, സബ്മിറ്റ് ചെയ്ത്, കുഴപ്പമില്ല. ഓസ്ട്രേലിയയിൽ എന്ന് പറയുന്നത് ദ വെരി സ്ട്രിക്റ്റ് വിത്ത് പ്ലേജറിസം എന്ന് പറയുന്നത് അത് ആക്ച്വലി ഒരു ഒഫൻസാണ്. ഓക്കെ, ഒഫൻസ് പറഞ്ഞാൽ ഒരു ക്രിമിനൽ ഒഫൻസ് എന്ന് പറയുന്ന പോലെയാണ്. അതായത് കോടതി കയറാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ ഒരു അസൈൻമെൻറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഒരു ഗൂഗിളിൽ നിന്ന് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഓത്തറിൻ്റെ സംഭവം അതുപോലെ എടുത്ത് എൻ്റെ അസൈൻമെൻറ്റിലിട്ട് അത് പ്രോപ്പർലി റെഫറൻസിങ് ഇങ്ങനത്തെ പല കാര്യങ്ങളും ചെയ്തില്ലെങ്കിൽ അതിന് പ്ലേജറിസം എന്ന് പറയും. ഇറ്റ് ഈസ് മോർ അബൌട്ട്, അതായത് നമ്മൾ കോപ്പി അടിച്ച് എഴുതിയാൽ പ്ലേജറിസം ഹൈ ആവും. ഓക്കെ, അപ്പോൾ പ്ലേജറിസത്തിന് പല പെർസെൻറ്റേജസ് ഉണ്ട്. 10%, 20%, 50%, 80% എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എത്രയും കുറഞ്ഞു അത്രയും നല്ലത്. അപ്പോൾ യൂണിവേഴ്സിറ്റി പറയും ഈ അസൈൻമെൻറ്റിന് 15% അല്ലെങ്കിൽ 10% പ്ലേജറിസം വരെ കുഴപ്പമില്ലെന്ന് പറയും. അതിനർത്ഥം വെച്ചാൽ നമ്മൾ എഴുതി കഴിഞ്ഞപ്പോൾ, എക്സാമ്പിൾ ഇതൊരു അസൈൻമെൻ്റ് ആണ്, ഇത് നമ്മൾ ആ സിസ്റ്റത്തിൽ പ്ലേജറിസം ചെക്ക് ചെയ്യുന്ന സിസ്റ്റം ഉണ്ട്, അത് യൂണിവേഴ്സിറ്റി തന്നെ നമുക്ക് തരും. അതിനകത്ത് ഇടുമ്പം അതിനകത്ത് 10% പ്ലേജറിസം എന്ന് കാണിച്ചാൽ കുഴപ്പമില്ല. പക്ഷേ അത് കൂടുതൽ കാണിച്ചാൽ അതിനർത്ഥം വെച്ചാൽ നമ്മൾ കൂടുതലും കോപ്പി അടിച്ച സാധനങ്ങളാണ് ഇന്നത്തെ വെച്ചിരിക്കുന്നത്.
അപ്പോൾ അങ്ങനെ പ്ലേജറിസം കൂടിയാൽ ഇത് നിങ്ങൾക്ക് അസൈൻമെൻറ്റ് ഫെയിലാവാം, നിങ്ങൾക്ക് കേസ് വരാം, അങ്ങനെ പല സംഭവങ്ങളുണ്ട്. ഇത് പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഇത് യു ക്യാൻ ഈസിലി ടാക്കിൾ ദിസ് ഇൻ ദ റൈറ്റ് വേ. ഓക്കെ, ദർ ഇസ് എ വേ ഓഫ് ഡൂയിങ് ദിസ്. പല യൂണിവേഴ്സിറ്റി പല രീതിയിലാണ് ഇത് പഠിപ്പിക്കുന്നത്. നിങ്ങൾക്കത് മനസ്സിലാവണമെന്നില്ല. ചിലപ്പോൾ നിങ്ങൾ ഗോൾ നോക്കിയായിരിക്കും, ഇതൊക്കെ ആയിരിക്കും. അതുകൊണ്ട് പ്ലേജറിസം ഞാനിപ്പോൾ നമ്മളിപ്പോൾ 3 പോയിന്റ് ഡിസ്കസ് ചെയ്തു. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയ സംഭവമാണ് പ്ലേജറിസം. ഇപ്പോഴും ഐ ഹാവ് സ്റ്റുഡൻറ്റ്, ഐ റിമെമ്പർ ദാറ്റ് സ്റ്റുഡൻറ്റ്, ഒരു 3-4 മാസമായിട്ടുള്ളൂ. അവൻ ആക്ച്വലി പ്ലേജറിസം പിടിച്ച് കോപ്പി അടിച്ചു. എന്നിട്ട് അവൻ ആക്ച്വലി ജോലിക്കൊക്കെ പോയി. അവൻ അവസാനം കോപ്പി അടിച്ചു. അവന് ഇതിനെപ്പറ്റി അറിഞ്ഞില്ല. അതിപ്പോൾ കേസ് ഫയൽ ചെയ്തു. യൂണിവേഴ്സിറ്റി അവൻ്റെ മണ്ടയ്ക്ക് കേസ് ഫയൽ ചെയ്തു, സ്റ്റേറ്റിംഗ് ദാറ്റ് ഇത് മൊത്തം കോപ്പി അടിച്ചെന്ന് പറഞ്ഞുകൊണ്ട്. അവസാനം അവൻ അക്സെപ്റ്റ് ചെയ്തു, ഫൈൻ അടച്ചു. വീണ്ടും ആ സബ്ജക്റ്റിനെ കൊടുത്തിട്ടാണ് അവൻ അത് ബാക്കി അതിലോട്ട് കയറിയത്. ഓക്കെ, അതായത് ഞാൻ പേടിപ്പിക്കാമെന്ന് പറഞ്ഞതാണെന്ന് ചോദിച്ചാൽ ആണ്. ബിക്കോസ് നിങ്ങൾ അത്രയും ഇമ്പോർട്ടൻസ് ഇതിന് കൊടുക്കണം, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇല്ലെങ്കിൽ ഡോണ്ട് ഗെറ്റ് ഇൻ ടു ദ ട്രബിൾ. ഓക്കെ, പ്ലേജറിസം നമ്മൾ ഈ സ്കിൽ ഫസ്റ്റ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെ പ്ലേജറിസം വരാതിരിക്കാം, എത്ര പ്ലേജറിസം അലൗഡ് ആണ്, എങ്ങനെ വേണം റെഫറൻസിങ് ചെയ്യാൻ, എങ്ങനെ വേണം നിങ്ങൾ അസൈൻമെൻറ്റ്സ് ചെയ്യാൻ, എന്താണ് യൂണിവേഴ്സിറ്റിയിൽ പ്രതീക്ഷിക്കുന്നത്. ഞാൻ സബ്ജക്റ്റ് ഒന്നുമല്ല പഠിപ്പിക്കുന്നത്. ഐ എം നോട്ട് ടീച്ചിങ് യു ഹൗ ടു ഡു ദിസ് സബ്ജക്റ്റ്. ഐ ആം ടീച്ചിങ് യു ഹൗ ടു ഡു യുവർ അസൈൻമെൻറ്റ്സ്. ഓക്കെ, ഇറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതാണ്. സോ പ്ലേജറിസം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ when you join the skill development program, നിങ്ങൾക്ക് പ്രോപ്പർലി മനസ്സിലാവും എന്താണ് റെഫറൻസിങ്, ഇങ്ങനെ പല സംഭവങ്ങളും. ഓക്കെ, സോ നെക്സ്റ്റ് പോയിന്റ്, 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് പാർട്ട് ടൈം ജോബ്സ് ആണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് വിസ കിട്ടി അല്ലെങ്കിൽ വിസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന പിള്ളേരായിരിക്കും, അല്ലെങ്കിൽ പോകാൻ റെഡി ആവുന്ന പിള്ളേരായിരിക്കും. എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, പാർട്ട് ടൈം എനിക്ക് കിട്ടുമോ? അതായത് ഞാൻ റീജിയണൽ ഏരിയ ആയിരിക്കും, അല്ലെങ്കിൽ സിറ്റിയിലായിരിക്കും. എൻ്റെ ഫ്രണ്ട്സിന് കുറേ പേർക്ക് ജോലി കിട്ടി, അവർ ഒരു സൈഡിൽ നിന്ന് സ്ട്രെസ്സൊക്കെ തരുന്നു. എനിക്ക് ജോലി കിട്ടുമോ? ഞാൻ എങ്ങനെ അപ്രോച്ച് ചെയ്യണം? ഇങ്ങനെ പലർക്കും പല ഡൗട്ട്സ് ഉണ്ട്. ഓക്കെ, പാർട്ട് ടൈം ജോലി റീജിയണിലും ഉണ്ട്, സിറ്റിയിലും ഉണ്ട്, എല്ലായിടത്തും. എൻ്റെ ഇതിൽ എല്ലാവർക്കും പാർട്ട് ടൈം ജോലി കിട്ടും. കിട്ടാത്ത പിള്ളേർ ആരാന്നറിയോ? ട്രൈ ചെയ്യാത്ത പിള്ളേരാണ്, അല്ലെങ്കിൽ യു ആർ നോട്ട് ട്രൈങ് ഇൻ ദ കറക്റ്റ് വേ. ഓക്കെ, ദർ ഇസ് എ വേ ടു ട്രൈ പാർട്ട് ടൈം ജോബ്സ്. ഓക്കെ, ഒന്നെങ്കിൽ ശരിക്കും പറയാം, അതായത് യു ഹാവ് ടു ബി വെരി ഓപ്പൺ. ഏതെങ്കിലും കടയിൽ കയറി വെട്ടിത്തുറന്ന് എനിക്ക് ജോലി വേണം, എൻ്റെ റെസ്യൂമേ ആണ്, യു ഹാവ് ടു ബി, അത് ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് വൺ വേ ഓഫ് ഡൂയിങ് ഇറ്റ്. സെക്കൻഡ് വേ ഈസ്, എനിക്ക് അങ്ങനെ സംസാരിക്കാനൊന്നും അറിയത്തില്ല, ഞാൻ CV തരാം, ഞാൻ എവിടെ ഡ്രോപ്പ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ അത് പാർട്ട് ടൈം ചെയ്യുക, ഫ്രണ്ട്സിനോട് എന്താ പറയുക, നാണമാണ്, ഇങ്ങനെയുള്ള സ്റ്റുഡൻസ് ഉണ്ട്. അതൊരു തെറ്റല്ല, അത് പലരും പല രീതിയാണ്, വിച്ച് ഇസ് ടോട്ടലി ഫൈൻ. ഓക്കെ, ദർ ഇസ് എ വേ ഓഫ് ഫൈൻഡിങ് ജോബ്സ്. ഓക്കെ, അത് നിങ്ങൾക്ക് റെസ്യൂമിലാവാം, നിങ്ങൾ സംസാരിക്കുന്ന രീതിയിലാവാം, നിങ്ങൾ സംസാരിക്കുന്ന ആളോടാവാം, നിങ്ങൾ ചിലപ്പോൾ മെസ്സേജ് ആയിരിക്കും അയക്കുന്നത്, ലുക്കിംഗ് ഫോർ എ ജോബ്, ഹൗ ക്യാൻ ഐ ഗെറ്റ് എ ജോബ് എന്ന് പറയുന്നത് അതായിരിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും പ്ലാറ്റ്ഫോം വഴിയായിരിക്കും നിങ്ങൾ ജോലി നോക്കുന്നത്. സോ യു ഷുഡ് ഹാവ് എ വെരി ഗുഡ് റെസ്യൂം, നിങ്ങൾക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് മാത്രം. ബിക്കോസ് ഇറ്റ്സ് എ പാർട്ട് ടൈം ജോബ്. ഫുൾ ടൈം ജോലിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്, പാർട്ട് ടൈമിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ബട്ട് ദർ ആർ ഓൾസോ ഡിപ്പെൻഡൻസ് ഹൂസ് ഗോയിങ്. ഇപ്പം എക്സാമ്പിൾ മാരീഡ് കപ്പിൾസ് ഒക്കെ പോവുകയാണെങ്കിൽ, ഒരാൾക്ക് ഫുൾ ടൈം ജോലി ചെയ്യാൻ പറ്റുവാണെങ്കിലും അവർക്ക് എങ്ങനെ ഒരു ഫുൾ ടൈം ജോലി നോക്കാം, എങ്ങനെ വേണം റെസ്യൂമേ, ഇങ്ങനെ പല സംഭവങ്ങളും അതിലുണ്ട്. ഓക്കെ, സോ അഗെയിൻ പാർട്ട് ടൈം ജോലി കിട്ടുന്നത് എളുപ്പമുള്ള കാര്യം ആണെന്ന് ചോദിച്ചാൽ എളുപ്പമാണ്, ബട്ട് ഇറ്റ്സ് എ മീഡിയം തിങ്. ഓക്കെ, ഇറ്റ് ഓൾസോ ഡിപ്പെൻഡ്സ് ഓൺ ദ ഏരിയ ഓൾസോ. നിങ്ങൾ ശരിക്കും ഉള്ളിലോട്ടാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ കുറച്ച് പ്രയാസമായിരിക്കും. അല്ല, നിങ്ങൾ നോർമൽ റീജിയണൽ ഏരിയ ആണ്, അല്ലെങ്കിൽ സിറ്റിയിലാണ്, അങ്ങനെയുള്ളവർക്ക് കിട്ടാൻ ഒരു പ്രയാസമില്ല. ഇറ്റ് ഈസ് ഇൻ യുവർ ഹാൻഡ്സ്. ഓക്കെ, ഇറ്റ് ഈസ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ യു ടോക്ക് ടു പീപ്പിൾ, ഹൗ യു ഗെറ്റ് ദ റെസ്യൂമേ റൈറ്റ് ആൻഡ് ഓൾ ദീസ് കൈൻഡ് ഓഫ് തിങ്സ്. ഓക്കെ, സോ അതിൻ്റെ ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട, ബട്ട് അപ്രോച്ച് ഇൻ ദ റൈറ്റ് വേ. ഓക്കെ, ഇതും നമ്മൾ ഈ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൽ പഠിപ്പിക്കുന്നുണ്ട്. ആൻഡ് ഇത് നമ്മൾ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, അതായത് നിങ്ങൾ ഇവിടുന്ന് നമുക്ക് ഓൺ ക്യാമ്പസ് ആണ് ട്രെയിനിങ്. ഓക്കെ, ഓൺലൈൻ ട്രെയിനിങ് ഉണ്ട് ഫോർ സ്പെസിഫിക്, ഇപ്പോൾ ഔട്ട്സൈഡ് ഇന്ത്യ അല്ലെങ്കിൽ GCC കൺട്രിയിലുള്ള പിള്ളേർക്കൊക്കെ ഓൺലൈൻ ഉണ്ട്. ബട്ട് ഐ വുഡ് ഓൾവേസ് ടെൽ യു ടു കം ടു അവർ ക്യാമ്പസ് ആൻഡ് സ്റ്റഡി ദിസ് പ്രോഗ്രാം. ബിക്കോസ് ഇപ്പോൾ എക്സാമ്പിൾ ഈ ഒരു പാർട്ടിലാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഐ വിൽ ഹെൽപ്പ് യു ഹൗ ടു പ്രിപ്പയർ യുവർ പാർട്ട് ടൈം, ഹൗ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് യുവർ എംപ്ലോയർ, ഹൗ ടു അറ്റൻഡ് ദി ഇൻ്റർവ്യൂ, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും. അതാകുമ്പോൾ യു ബി വെരി കോൺഫിഡൻറ്റ്. ഓക്കെ, ഇത് കുറേ പിള്ളേർക്ക് അടുപ്പിച്ചല്ല നമുക്ക് ഈ ക്ലാസ് ചെയ്യുന്നത്. വിൽ ഹാവ് 10 to 12 ഒരു ബാച്ച് വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. സോ ദാറ്റ് ഇൻഡിവിജ്വലായിട്ട് എല്ലാവർക്കും അറ്റൻഷൻ കിട്ടും.
അങ്ങനെ പല നല്ല കാര്യങ്ങളും ഈ കോഴ്സസിലുണ്ട്. സോ ഇത് യു ക്യാൻ ജോയിൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദ ലിങ്ക് ഇസ് ഇൻ ദി ഡിസ്ക്രിപ്ഷൻ. യു ക്യാൻ ഫൈൻഡ് ഇറ്റ് ആൻഡ് യു ക്യാൻ ജസ്റ്റ് സ്റ്റാർട്ട് യുവർ ക്ലാസ്സസ് ASAP. ഇറ്റ് ഇസ് ഓൺലി ഫോർ എ വീക്സ് ക്ലാസ്സേ ഉള്ളൂ. ധൈര്യമായിട്ട് എറണാകുളത്താണ് നമ്മുടെ ക്യാമ്പസ് വരുന്നത്. യു ക്യാൻ കം ഹിയർ ആൻഡ് സ്റ്റഡി ദിസ് പ്രോഗ്രാം. ഓക്കെ, സോ ദാറ്റ്സ് ദി പാർട്ട് ടൈം തിങ്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് അതും ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. അത് സാധാരണ നമുക്ക് മലയാളീസ് മാത്രമല്ല, എനിക്കൊന്ന് ഒരുമാതിരി എല്ലാവർക്കും ഇല്ലാത്തൊരു കാര്യമാണ്. ഇറ്റ് ഇസ് കോൾഡ് ടൈം മാനേജ്മെൻറ്റ്. ടൈം മാനേജ്മെൻറ്റ് നമുക്ക് അതായത് ഞാൻ ഓസ്ട്രേലിയ പഠിക്കാൻ പോകുന്നതിന് മുമ്പേ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. നമ്മൾ 11 മണിക്ക് വരാൻ പറഞ്ഞാൽ നമ്മൾ 1:30 അല്ലെങ്കിൽ 12:30 ആകുമ്പോഴേ ഞാൻ വരത്തുള്ളായിരുന്നു. ഒരു കല്യാണമാണെങ്കിലും 10 മണി കല്യാണം തുടങ്ങിയാൽ നമ്മൾ ചോറുണ്ടുന്ന സമയത്താണ് കയറി ചെല്ലുന്നത്. ഇങ്ങനെ പല സിറ്റുവേഷൻസ്. ബിക്കോസ് ദാറ്റ് ഇസ് ദ വാല്യൂ ഓഫ് ടൈം ദാറ്റ് വി ഗിവ് ടു എനിവൺ, അല്ലേ? ഇപ്പോൾ ഇൻ്റർവ്യൂക്ക് പോകുമെന്ന് പറഞ്ഞാലും നമ്മൾ പേടിച്ചിട്ടാണ് 10 മണിക്ക് ഇൻ്റർവ്യൂവിന് കയറി ചെല്ലുന്നത്. അത് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂ കിട്ടത്തില്ല. ആ ഒരു പേടി കാരണമാണ് നമ്മളത് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ ഓസ്ട്രേലിയ അല്ലെങ്കിൽ യൂറോപ്പ്, UK എവിടെ പഠിക്കാൻ പോയാലും ടൈം ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ മണി. ഓസ്ട്രേലിയ, എസ്പെഷ്യലി ഫോർ ഓസ്ട്രേലിയ, ടൈം ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ മണി. ഇപ്പോൾ നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ 10 o'clock പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേക്ക് ഷുവർ യു റീച്ച് ബൈ 9:55 and you show your face saying that I am here for an interview, because that is the first thing that any employer will look into, specifically Indians ആണെങ്കിൽ. അല്ലെങ്കിൽ ഇങ്ങനെ ചില ക്രൈറ്റീരിയ ആൾക്കാരുണ്ട്, മനസ്സിലായോ? സോ ദേ വെരി മച്ച് ലുക്ക് ഇൻ ടു യുവർ ടൈം ഇസ് ഇൻ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അത് മാത്രമല്ല, അല്ലാതെ നമ്മുടെ ലൈഫിൽ, ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ഓൺലി ഫോർ ജോബ്സ്. ഇപ്പോൾ എക്സാമ്പിൾ, നിങ്ങൾക്ക് അസൈൻമെൻറ്റ് സമയം എല്ലാം ഓൺലൈനാണ്. ഓക്കെ, യുവർ യൂണിവേഴ്സിറ്റി എവറിത്തിങ് ഇസ് ഓൺലൈൻ. ഓക്കെ, സോ ഓൺലൈൻ എന്ന് പറയുമ്പം ഇന്ന് രാത്രി 9 മണിക്ക് മുമ്പേ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യണം. ദിസ് ഹൗ ഇറ്റ് ബി റിട്ടേൺ ഇൻ യുവർ അസൈൻമെൻറ്റ് ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, പ്ലീസ് സബ്മിറ്റ് യുവർ അസൈൻമെൻറ്റ്സ് ബിഫോർ 9 PM ഓൺ ദി 21st of October എന്ന് പറഞ്ഞിട്ടായിരിക്കും എഴുതിയിരിക്കുന്നത്. ആഫ്റ്റർ 9 PM ഓരോ മണിക്കൂർ വെച്ച് മാർക്ക് കുറഞ്ഞുകൊണ്ടിരിക്കും. This is how they do it. So time is very important, and people will give you respect for your time, and you also have to give respect to others. Okay, so if you have said I'll be there at 10, make sure you are there by 10. It is very important. Trust me, ഓസ്ട്രേലിയയിൽ ഇവിടെ ഉള്ള പിള്ളേർ ഈ വീഡിയോ കാണുവാണെങ്കിൽ ഐ എം ഷുവർ ദേ വിൽ ടെൽ യു ദ സെയിം തിങ്. ഐ വിഷ് സം സ്റ്റുഡൻസ് കൻ കമൻറ്റ് ഓൺ ദിസ് താഴെ saying the importance of this. Okay, so time management is very important. Make sure you have it, you do it on the right time. Okay, അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് 6ാമത്തെ പോയിന്റാണ്. അതാണ് നെറ്റ്വർക്കിംഗ് ഇല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ സത്യം പറഞ്ഞൊന്നും നടക്കില്ല. ഫ്രാങ്ക്ലി പറയാം, അത് ജോലി ആയിക്കോട്ടെ, നിങ്ങളുടെ അസൈൻമെൻ്റ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നെറ്റ്വർക്കിംഗ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇന്ന് അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ ഇൻ ദ ഫ്യൂച്ചർ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് ട്രസ്റ്റ് മീ ഇൻ ദിസ്. അത് നിങ്ങളുടെ അസൈൻമെൻറ്റ്സ് യൂണിവേഴ്സിറ്റിയിലാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയുടെ ആവശ്യത്തിനാവാം, അല്ലെങ്കിൽ പേഴ്സണൽ മാറ്ററിലാവാം, എന്തും ആവാം. ഓക്കെ, സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബിഫോർ ഐ സേ ദാറ്റ്, നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത് അതായത് എല്ലാവരുമായിട്ട് ബെസ്റ്റ് ഫ്രണ്ട് ആവണമെന്നല്ല ഞാൻ പറയുന്നത്. ഓക്കെ, യു ഷുഡ് ഹാവ് കണക്ഷൻ വിത്ത് പീപ്പിൾ ഇൻ ദി ഇൻഡസ്ട്രി. ഇപ്പോൾ എക്സാമ്പിൾ, നിങ്ങൾ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോകുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ IT പഠിക്കാൻ പോകുന്ന എനി കോഴ്സ്, ലെറ്റ് ഇറ്റ് ബി എനി കോഴ്സ്. നിങ്ങളുടെ പ്രൊഫസേഴ്സ് പാർട്ട് ടൈം ആയിട്ടായിരിക്കും നിങ്ങളെ പഠിപ്പിക്കുന്നത്. അവർ ഫുൾ ടൈം ആയിട്ട് ഏതെങ്കിലും വലിയ കമ്പനിയിൽ വർക്ക് ചെയ്യുമായിരിക്കും. ഓക്കെ, യു ഷുഡ് ഹാവ് എ കണക്ഷൻ വിത്ത് യുവർ പ്രൊഫസർ. ഓക്കെ, യു ഷുഡ് ഹാവ് കണക്ഷൻ വിത്ത് യുവർ ഇൻഡസ്ട്രി പീപ്പിൾ. ഓക്കെ, ഇപ്പോൾ ഒരു ഇവൻറ്റ് നടക്കുക, ഞാൻ സ്പെസിഫിക്കലി ശ്രദ്ധിച്ചിട്ടുണ്ട്, നമുക്ക് നാട്ടിലൊക്കെ ഇങ്ങനത്തെ ചെറിയ ചെറിയ ഇവൻറ്റ്സ്, വലിയ കമ്പനീസൊക്കെ പ്രസംഗിക്കാനോ ആൾക്കാരൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ പോകത്തില്ല, അല്ലെങ്കിൽ നമ്മൾ ഒന്ന് പോയി കണ്ടു തിരിച്ചു വരും, ദാറ്റ്സ് ഇറ്റ്. ബട്ട് ഓസ്ട്രേലിയ അല്ലെങ്കിൽ എവിടെയെങ്കിലും ആയിക്കോട്ടെ, ഇങ്ങനെയൊക്കെ ഇവൻറ്റ്സ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് പാർട്ടിസിപ്പേറ്റ്. അത് ചിലപ്പോൾ ഗ്രൂപ്പ് ആവാം, അല്ലെങ്കിൽ അതൊരു 3 people ഇവൻറ്റ് ആവാം, അല്ലെങ്കിൽ ഒരു 10 people ഇവൻറ്റ് ആവാം, അല്ലെങ്കിൽ ഒരു ഹ്യൂജ് കോൺഫറൻസ് ആവാം, എന്തും ആവാം. നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി വിത്ത് റിഗാർഡ്സ് ടു യുവർ ജോബ് അല്ലെങ്കിൽ വിത്ത് റിഗാർഡ്സ് ടു യുവർ പ്രൊഫഷൻ കിട്ടുവാണെങ്കിൽ പ്ലീസ് പാർട്ടിസിപ്പേറ്റ്. ഓക്കെ, ഞാൻ സാധാരണ എന്നോടും പിള്ളേരോട് പറയുന്നതാണ്, ഇപ്പം നമ്മൾ സാധാരണ നമ്മൾ പള്ളിയിൽ പോകാറില്ലായിരിക്കും, അങ്ങനത്തെ ഒരു ബിലീവ് ഇല്ലായിരിക്കും. ബട്ട് ഐ വുഡ് സേ പ്ലീസ് അറ്റൻഡ് ദീസ് കൈൻഡ് ഓഫ് ഓൾസോ ഇവൻറ്റ്സ്. ഓക്കെ, പള്ളി പോകണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു റിലീജിയസ് ആയിട്ടും നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഇവൻറ്റ്സ്, കല്യാണം ഇവൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ബർത്ത്ഡേ ഇവൻ്റ് ആയിരിക്കും, നിങ്ങളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഗോ. വൈ? ബിക്കോസ് യു ഗെറ്റ് കണക്ഷൻസ് ദെയർ.
ബിക്കോസ് അവിടെ വരുന്ന ഇപ്പോൾ എക്സാമ്പിൾ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് നമ്മൾ പോയി, അവിടെ വരുന്നത് മേ ബി എന്താ പറയുക ആമസോണിൽ വർക്ക് ചെയ്യുന്ന ഒരു ടോപ്പ് മാനേജർ ആയിരിക്കും. Okay, getting his phone number or his or her phone number is a very big thing for you. You never know, they might give you a job opportunity. So networking is very important. പിന്നെ ഞാൻ വേറെ എന്ന് വെച്ചാൽ നമുക്ക് പലരും കംഫർട്ടബിൾ ആയിരിക്കത്തില്ല. ചിലപ്പം ഇറ്റ് മൈറ്റ് ബി എ എനിമി ഓർ എനി വൺ, നമുക്ക് ഇഷ്ടമുള്ള ഫ്രണ്ട് ഇഷ്ടമല്ലാത്തൊരു ഫ്രണ്ട് ആയിരിക്കും, ആരെങ്കിലും ആയിക്കോട്ടെ. ബട്ട് ഹാവ് എ റിലേഷൻഷിപ്പ് വിത്ത് എവരി വൺ ഇൻ ദി റൈറ്റ് ഡിസ്റ്റൻസ്. എന്നിട്ട് അതൊരു എനിക്ക് ഇഷ്ടമല്ലാത്ത ഒരാളായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് ഇവനെ ഇഷ്ടമല്ല, ഞാൻ സംസാരിക്കത്തില്ല. ഡോണ്ട് നീഡ് ടു ഡു ഇറ്റ്, ബിക്കോസ് ഐ ടെൽ യു, വെൻ ഐ ഗോട്ട് മൈ ഫസ്റ്റ് പ്രൊഫഷണൽ ജോബ്, ഐ ഗോട്ട് ഇറ്റ് ഫ്രം എ മ്യൂച്വൽ ഫ്രണ്ട് ഹൂ വാസ് മൈ എനിമി. ഞാൻ അവനോട് സംസാരിക്കത്ത പോലും ഇല്ലായിരുന്നു, ബട്ട് മൈ ഫ്രണ്ട് സ്പോക്ക് ഫോർ മീ ടു ഗെറ്റ് ദാറ്റ് ജോബ്. മനസ്സിലായോ? അത് സിറ്റുവേഷൻ അങ്ങനെയാണ്. ദാറ്റ്സ് ഹൗ ഇറ്റ് ഇസ്, ദാറ്റ്സ് ഹൗ ദ ലൈഫ്, യുനോ, അതാണ് ലൈഫ് ലൈൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് always have good set of friends, have a good relationship, have a good distance relationship. അതൊക്കെ നിങ്ങൾ മാനേജ് ചെയ്യാം. ബട്ട് നെറ്റ്വർക്കിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ബിക്കോസ് ഇന്ന് കാണുന്ന ഫ്രണ്ട് ആയിരിക്കും 2 വർഷം കോഴ്സ് കഴിഞ്ഞിട്ട് സ്റ്റേ ബാക്കും കഴിയുമ്പോൾ നിങ്ങൾക്ക് PR തരാൻ പോകുന്നത്. സോ നെറ്റ്വർക്കിംഗ് ഈസ് വെരി സ്ട്രോങ്. ഓക്കെ, ഇതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട് നെറ്റ്വർക്കിനകത്ത്. ദിസ് ഓൾസോ വി വിൽ ബി ടീച്ചിങ് ഓൺ ഹൗ യു ക്യാൻ നെറ്റ്വർക്ക്, ഹൗ യു ക്യാൻ ടോക്ക്, ഹൗ ടു ഗെറ്റ് ദെയർ ഫോൺ നമ്പേഴ്സ്, ഇൻഫർമേഷൻ, ആൻഡ് ഹൗ ടു. ഇപ്പോൾ നിങ്ങൾ ഒരു ഇവൻറ്റിന് പോകുമ്പോൾ അവരോട് എങ്ങനെ ഒരു ജോലി ചോദിക്കാം എന്നുള്ളത് നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും എങ്ങനെ ചോദിക്കണമെന്ന്. ബട്ട് ഐ വിൽ ടീച്ച് യു ഹൗ കുഡ് ഡു ഇറ്റ്. ഓക്കെ, സോ അഗെയിൻ സ്കിൽ ഫസ്റ്റ് ഈസ് എ വണ്ടർഫുൾ പ്രോഗ്രാം ഫോർ ദിസ്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാം. വലിയ ഫീസൊന്നുമില്ല, ചെറിയ ഫീസേ ഉള്ളൂ. അത് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് ഐ ഗ്യാരണ്ടി യു ഫോർ ഷുവർ ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ഫോർ യു. സോ ഫീൽ ഫ്രീ ടു ജോയിൻ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ദ 7th പോയിന്റ് എന്ന് പറയുന്നത് be mentally ready. Okay, last point ആണ്. If you are not mentally ready, നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. Okay, because see, you might be a student who has just turned 18 or you just finished bachelor's, അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്, വീട്ടിൽ നിന്ന് വെളിയിലോട്ട് പോകുന്നത്, അല്ലെങ്കിൽ ആദ്യമായിട്ടായിരിക്കും ഇന്ത്യയുടെ വെളിയിൽ പോകുന്നത്, അല്ലെങ്കിൽ കേരളത്തിന് വെളിയിൽ പോകുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ആസ് എ സ്റ്റുഡൻറ്റ് ഓർ ആസ് എ സൺ ഓർ എ ഡോട്ടർ പേരൻസിൻ്റെ ടെൻഷനുണ്ട്, അത് വേറൊരു കാര്യം, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് യു വിൽ ബി മിസ്സിങ് യുവർ പേരൻസ്, യുവർ ഫ്രണ്ട്സ്. ഇതൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഞാൻ പോയാൽ ശരിയാകുമോ, വിൽ ഐ ബി ഏബിൾ ടു ഡു ഇറ്റ്, ഞാൻ പാസ്സാകുമോ, എനിക്കറിയത്തില്ല, ഐ ഹാവ് ദറ്റ് സ്ട്രെസ് ഇൻസൈഡ് മീ. ഇതെല്ലാം നിങ്ങൾക്കൊരു പേടിയുണ്ടാവും. സോ ദി ഫസ്റ്റ് തിങ് ഇസ് ലാസ്റ്റ് പോയിന്റ് ആണെങ്കിലും ദി ഫസ്റ്റ് ആയിട്ട് ഞാൻ പറയാണ്, ബി മെൻ്റലി പ്രിപ്പയർഡ് ടു ബി വെരി സ്ട്രോങ്. ഇഫ് യു ആർ നോട്ട് മെൻ്റലി പ്രിപ്പയർഡ് എന്ന് പറയുന്നത് അത് ഇമോഷൻസ് ആവാം, നിങ്ങളുടെ സ്ട്രെങ്ത് വൈസ് ആവാം, പോസിറ്റിവിറ്റി ലെവലാവാം, എല്ലാം അപ്പാക്കിക്കാം. ഡു ഇറ്റ് അറ്റ് യുവർ ബെസ്റ്റ് സ്ട്രെങ്ത്. ഓക്കെ, നിങ്ങൾ ചിലപ്പം യു മൈറ്റ് നീഡ് ടു ചേഞ്ച് യുവർ സെൽഫ് ടു ബി മെൻ്റലി സ്ട്രോങ്. ഡു ഇറ്റ്, ബിക്കോസ് ഓസ്ട്രേലിയയിലോട്ട് നിങ്ങൾ വരുമ്പോൾ ദർ ഇസ് നോ വൺ ടു ജഡ്ജ് യു, ദർ ഇസ് നോ പേരൻസ്, നോ ഫ്രണ്ട്സ്, ആരുമില്ല. സോ യു ക്യാൻ ചേഞ്ച് യുവർ സെൽഫ്. You can be a better person, a stronger person and everything, but be mentally strong. Because if you are not mentally strong, universities, നിങ്ങളുടെ അസൈൻമെൻറ്റ്സ്, നിങ്ങളുടെ പാർട്ട് ടൈം, നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്, നിങ്ങളുടെ പല കാര്യങ്ങളും നിങ്ങൾ മിസ് ഔട്ട് ആവും. സോ ബി വെരി കോൺഫിഡൻറ്റ്. എന്ത് ചെയ്താലും കോൺഫിഡൻറ്റ് സംസാരിക്കുക, കോൺഫിഡൻസ് ആയിട്ട് കണ്ണിൽ നോക്കി സംസാരിക്കുക. ലൈക്ക് നമ്മൾ പറയാറില്ല, ബി വെരി സ്ട്രോങ് ഇൻ ദാറ്റ് വേ, ബിക്കോസ് ഇറ്റ് വിൽ റിയലി ഹെൽപ്പ് യു ടു റീച്ച് വെയർ യു വോണ്ട് ടു ബി. ഓക്കെ, ബിക്കോസ് പൈസ ഉണ്ടാക്കേണ്ടത് ആരാണ്? നമ്മളാണ് ഉണ്ടാക്കേണ്ടത്. പാർട്ട് ടൈം ചെയ്യേണ്ടത് ആരാണ്? നമ്മളാണ്. അസൈൻമെൻറ്റ് ആരാണ്? നമ്മൾ ചെയ്യണം. ഇതിങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യാൻ പോവുക. ആൻഡ് ഇഫ് യു ആർ നോട്ട് സ്ട്രോങ്, ഇറ്റ് ഈസ് നിയർ ടു ഇമ്പോസിബിൾ ടു റീച്ച് ദെയർ. സോ എനിക്ക് സ്ട്രോങ് ആകാൻ പറ്റുമോ, എനിക്ക് യൂണിവേഴ്സിറ്റി പഠിക്കാൻ പറ്റുമോ, എനിക്ക് മാർക്സ് കിട്ടുമോ, എനിക്ക് പാർട്ട് ടൈം കിട്ടുമോ, എനിക്ക് PR കിട്ടുമോ, പാർട്ട് ടൈം, ഇങ്ങനെ പല ഡൗട്ട്സും പലതും ഉണ്ട്. യു വിൽ 100% get it, but your approach to this should be very strong. For this, you have to be mentally prepared. So ഇതാണ് 7 points that you need to know. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കിൽ ഫസ്റ്റ് പ്രോഗ്രാം, ദ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം വിച്ച് ഇസ് ഹാപ്പനിങ് ഇൻ കൊച്ചി for all the students. We have online sessions also, but I prefer only for GCC students because കുറേ കാര്യങ്ങൾ നമ്മൾ ഓൺലൈനിൽ പഠിപ്പിക്കാൻ പറ്റത്തില്ല. നമ്മൾ എല്ലാം ക്ലാസ് വൈസിലായിരിക്കും പഠിപ്പിക്കുന്നത്. പല ബാച്ചിലാണ്. സോ വി ഹാവ് 1 batch is already starting soon. That is already filled. നമുക്ക് പുതിയ ബാച്ചസ് ഓപ്പൺ ആകുന്നുണ്ട്. എവറി മന്ത് വി ഹാവ് 2 batches each.
നിങ്ങൾക്ക് ഇവിടെ ഇറ്റ് ഇസ് ഇൻ കാക്കനാട് കൊച്ചിയിലാണ് നടക്കുന്നത്. സോ ഇവിടെ ഇഷ്ടംപോലെ അക്കോമഡേഷനും പല കാര്യങ്ങളും ഉണ്ട്. ഇറ്റ് ഈസ് എ മാറ്റർ ഓഫ് 5 days ഓർ എ വീക്ക്. നിങ്ങൾക്ക് ഇവിടെ നിൽക്കാം. നിങ്ങൾക്ക് ആക്ച്വലി യു കൻ ഡു യുവർ ഷോപ്പിംഗ്, യു കൻ ഡു എ ലോട്ട് ഓഫ് തിങ്സ്, യു കൻ മേക്ക് ന്യൂ ഫ്രണ്ട്സ്. ബിക്കോസ് പല യൂണിവേഴ്സിറ്റി പോകുന്ന പിള്ളേരുണ്ട്. നിങ്ങൾക്ക് നെറ്റ്വർക്ക് ചെയ്യാൻ പിള്ളേരായിട്ട് യു ക്യാൻ മീറ്റ് യുവർ ഫ്രണ്ട്സ്. നാട്ടിൽ നിന്ന് തന്നെ എല്ലാവരും മീറ്റ് ചെയ്ത് മുമ്പോട്ട് നിങ്ങൾക്ക് പോവാം. ആൻഡ് ഐ വിൽ ടീച്ച് യു ദ ബെസ്റ്റ് വേ ടു ബി ദി ബെസ്റ്റ് ഇൻ ഓസ്ട്രേലിയ. അതുകൊണ്ട് ധൈര്യമായിട്ട് പോരെ. ആൻഡ് ഐ വിൽ മേക്ക് ഷുവർ ഇറ്റ് ഇസ് ലൈക്ക് യു റീച്ച് ദെയർ well prepared. Okay, so thank you so much for watching this video. My name is Evin Matthew Weiss.